ഇതൊരു അർജൻറ്റ് മെസ്സേജാണ്. അവസാന സമയത്ത് എത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റാണ് യുഎസ് ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അതായത് എന്താണ് യുഎസ് ടാക്സ് ഇൻഫോ എന്നുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ അർജൻ്റ്ലി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിരന്തരം എൻ്റെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജസിന് ഇതിനെന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുക എന്നീ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്ത് തരാറുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ എപ്പിസോഡ്സിലും നമ്മൾ ഗിവ് അവേ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗിവ് അവേ എന്താണെന്ന് പറയാം. ഗിവ് അവേ ഒരു വീഡിയോയിൽ ഒരു വിന്നർ എന്ന രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. യൂട്യൂബിൽ എല്ലാവർക്കും 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം തന്നെ ആയിരിക്കും. പക്ഷേ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പല ആളുകളും റിസ്ക് എടുക്കാറുണ്ട്. ഈ റിസ്കിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ചെയ്തു തരാൻ പോകുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4000 വാച്ച് അവേഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണോ നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഈ ഫീഡ്ബാക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ കമൻറ്റിൽ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കുകളുണ്ട്. ഇതിൽ പോയിട്ട് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കമൻറ്റ് ചെയ്ത വ്യക്തി ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ലൈക്ക് കിട്ടിയ വ്യക്തിക്കായിരിക്കും നമ്മൾ ഈ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. ഗിവ് അവേൻ്റെ കാലാവധി എന്ന് പറയുന്ന ഇന്ന് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് മുതൽ 10 ദിവസത്തേക്കായിരിക്കും. ഈ 10 ദിവസം കഴിയുന്ന സമയത്തായിരിക്കും ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക, വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. വിന്നറെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റിന് റീപ്ലൈ ആയിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചുകൊണ്ട് അവരായിരിക്കും നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അഥവാ ഈ വിന്നർ 4000 വാച്ച് അവേഴ്സ് ഒക്കെ കഴിഞ്ഞ് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ 10,000 വ്യൂവേഴ്സ് ഗൂഗിൾ ആഡ്സിലൂടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പല ആളുകളും പരാതി പറയുന്നുണ്ട്, ഈ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാൻ ഗൂഗിൾ ആഡ്സൻസ് ഓപ്പൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ പേരിൽ പാൻ കാർഡ് ഇല്ല, എൻ്റെ പേരിൽ പാൻ കാർഡ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പല ലേഡീസുമാണ് ഈ ഒരു പരാതിയായിട്ട് വരാറുള്ളത്. ഇനി ലേഡീസ് എന്നില്ല, അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പല ആളുകളും ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഇതിന് എന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുക? ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഇൻഫോയിൽ നമ്മളുടെ ഫാദറോ മദറോ ബ്രദറോ ആരാണോ കസിന് ആരാണോ ഉള്ളത് അവരുടെ പ്രൂഫ്, അവരുടെ പാൻ കാർഡ് നമ്മൾ വെച്ചിട്ട് ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യുക. ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് അവസാന സ്റ്റേജിൽ എത്തുന്ന സമയത്ത് സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിഗ്നേച്ചർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സിഗ്നേച്ചറിൽ നമുക്ക് അവിടെ തന്നെ വേറൊരു ഫീച്ചർ ഉണ്ട്. നമ്മളുടെ പാൻ കാർഡ് അല്ല, ഇനി വേറെ നമ്മളുടെ ഫ്രണ്ടിൻ്റെയോ അല്ല റിലേറ്റീവിൻ്റെയോ ആരുടെയോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് ഓപ്ഷൻ എന്നുള്ളത്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് അവിടെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം അവിടെ അവരുമായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതിനുള്ള ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ടാക്സ് ഇൻഫോ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ നിങ്ങൾ പാൻ കാർഡ് എടുക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ നിങ്ങൾ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പാൻ കാർഡ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാൻ കാർഡ് അവൈലബിൾ ആയി കിട്ടുന്നതാണ്. ഒരു വിത്തിൻ 48 ഹവേഴ്സിൻ്റെ ഉള്ളിൽ മെയിൽ ത്രൂ നിങ്ങൾക്ക് പാൻ കാർഡ് കിട്ടും. ഈ പാൻ കാർഡിലുള്ള പാൻ നമ്പറും പാൻ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാൻ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ മൊഹസിൻ ബായിയുടെ വീഡിയോ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താനും പറ്റുന്നതാണ്. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പാൻ കാർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും പാൻ കാർഡ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ടാക്സ് ഇൻഫോ എന്നുള്ളത് പാൻ കാർഡ് മസ്റ്റാണ്. പാൻ കാർഡ് മസ്റ്റ് ആയതുകൊണ്ട് നേരത്തെ പല ആളുകളും ലൈസൻസോ പാസ്പോർട്ടോ അപ്ഡേറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട പ്രശ്നമില്ല. ഇപ്പോഴും ആഡ്സൻസ് ഓപ്പൺ ചെയ്യുക. ആഡ്സൻസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ടാക്സ് ഇൻഫോ പുതുതായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു പിക്ചർ വെച്ചിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് വേറെ ഒരു അപ്ലിക്കേഷൻ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആഡ്സൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആഡ്സൻസിൽ ബ്ലോക്കായി പോകുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസോ ഇനി ID വെരിഫിക്കേഷനിലുള്ള ഇഷ്യൂസോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തോളം എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ തന്നെ അവസാന സമയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയും വൈകിക്കാതെ പെട്ടെന്ന് തന്നെ പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ടവരാണ് പാൻ കാർഡ് അപ്ലൈ ചെയ്യുക. ഇനി പാൻ കാർഡ് അപ്ലൈ ചെയ്യാതെ നേരത്തെ ഉള്ളവർ, അതായത് ഫാദറിൻ്റെ മദറോ ബ്രദറോ ആരുടെയെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അപ്ഡേഷൻസ് ചെയ്ത് കൊടുക്കുക. ആഡ്സൻസിൽ നമ്മളുടെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും പെട്ടെന്ന് ഇനി ലേറ്റ് ആക്കാതിരിക്കുക. കാരണം അവസാന സമയം എത്തിയിട്ടുണ്ട്. മെയ് 31 വരെയാണ് നമ്മളുടെ സമയം വരുന്നത്. ഈ സമയത്തിന് ഉള്ളിൽ
ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർത്തതിന് ശേഷം ഗിവ് അവേയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷമുള്ള ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. ആ കമൻറ്റിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന വ്യക്തിയായിരിക്കും ഞാൻ ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഗിവ് അവേ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്